അഫ്സൽ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2022 എങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഇവരുടെ കല്യാണം മുടങ്ങണത്. അതായത് ഈ മുന്ന എന്ന് പറയുന്ന ഈ പയ്യനുമായിട്ടുള്ള കല്യാണം മുടങ്ങണത് 2022 പിന്നെ 2023 സെപ്റ്റംബറിലാണ് ഈ അഫ്സലുമായിട്ടുള്ള റിലേഷൻ എന്നും അഫ്സൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇത് എങ്ങനെ കണക്ട് ആവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും അവർ അത് ക്ലിയർ ചെയ്യട്ടെ. പിന്നത്തെ കാര്യം പറയുന്നുണ്ട്, കല്യാണം നിശ്ചയിക്കുന്ന സമയത്ത് വരെ ഈ പറയുന്ന മുന്നയുടെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന്. അതായത് എന്ത് വേണം, ഞാൻ എസ് പറയണോ വേണ്ട എന്ന്. അപ്പം ഞാൻ ഇതിനകത്ത് എൻ്റെ വേറെ വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഇവര് ഈ പറയുന്ന ജാസ്മിൻ നിർബന്ധിച്ചിട്ടാണ് ഈ കല്യാണം ഉറപ്പിച്ചതെന്ന് ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവർ ഇത്ര 7 മാസത്തോളം റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോഴത്തേക്ക് അത്രയും ഫോഴ്സ് ചെയ്ത് കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് വേറെ ഈ പറയുന്ന ബ്രേക്കപ്പ് ആയിട്ടുള്ള ഒരു വ്യക്തി, അതായത് ഈ എക്സ് ബോയ് ഫ്രണ്ട് എന്ന് തന്നെ പറയാം, ഈ പറയുന്ന മുന്നേ വിളിച്ചിട്ട് പെർമിഷൻ ചോദിക്കുക, അതിന്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ കാണിക്കുന്ന വെറും ചെറ്റത്തരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാര്യം ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ ആ റിലേഷൻഷിപ്പിന് വാല്യൂ കൊടുക്കുക. അപ്പോൾ അതിന് നമ്മൾ പോയിട്ട് എക്സ് ബോയ് ഫ്രണ്ടിന്റെ പെർമിഷൻ നമ്മൾ മേടിക്കുന്നത് എന്താണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത് അറിയത്തില്ല. ഇനി ഇതിപ്പം ഇങ്ങനെയുള്ളൊരു കാര്യം എന്തായാലും എനിക്ക് തോന്നുന്നു മുന്നേ സംബന്ധിച്ച് വെറുതെ വന്ന് പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. എന്തായാലും ഇത് ജാസ്മിൻ തന്നെ വന്നത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ എനിക്കിത് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞ, എങ്ങനെ ഇതൊക്കെ ഫേസ് ചെയ്യുമെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. എന്തായാലും അനുഭവിച്ചേ പറ്റത്തുള്ളൂ. ഇതിനകത്ത് അഫക്റ്റഡ് ആയ ആൾക്കാരെയാണ് ഞാൻ സത്യം പറഞ്ഞ വീട്ടുകാർ, പിന്നെ ഈ പറയുന്ന പോലെ തന്നെ അഫ്സല്, ഇപ്പം എന്താ മുന്നയുടെ ഇത്. അപ്പോൾ എല്ലാവരുടെ ഭാഗത്തും അവരവരുടെ രീതിയിലുള്ള എക്സ്പ്ലനേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു സൈഡ് മാത്രമായിരിക്കാം മേ ബി സോഷ്യൽ മീഡിയ വഴി നമ്മളെല്ലാം കേട്ടിട്ടുള്ളത്, മറു സൈഡ് നമ്മൾ ആരും കേൾക്കാത്ത പോയിന്റേ ആയിരിക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒക്കെ കേൾക്കുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ വട്ടായിപ്പോവും കേട്ടോ. എനിക്ക് ഇതിനകത്ത് ഇനിയിപ്പം കൂടുതലൊന്നും പറയാനില്ല. എന്തായാലും അവരവരുടെ കാര്യങ്ങൾ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് അവർ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്കട്ടെ. അപ്പോൾ ഇതിനെയൊക്കെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.